പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ മലയാളികളുടെ എണ്ണം 7 എല്ലാം പുരുഷന്മാർ. കേരളത്തിൽ ജനിച്ചു വളർന്ന് ദേശീയ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന വനിതാ സാന്നിധ്യം ഒന്നുപോലുമില്ല. തുടർച്ചയായ 2ാം ഒളിമ്പിക്സിലാണ് മലയാളി വനിതകൾ സാന്നിധ്യം അറിയിക്കാതിരിക്കുന്നത്. അത്ലറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ മത്സരിക്കുന്നത്, 5 പേർ. അതിൽ 3 പേരും ഒരേ ഇനത്തിലാണ് ഇറങ്ങുന്നത്. 4x400 മീറ്റർ പുരുഷ റിലേയിൽ മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, ഡൽഹി മലയാളിയായ അമോജ് ജേക്കബ് എന്നിവരാണ് പുരുഷ റിലേ ടീമിലെ മലയാളി താരങ്ങൾ. മിജോ ചാക്കോ കുര്യൻ മിക്സഡ് റിലേയിലും അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പിലും മത്സരിക്കുന്നു. ഹോക്കിയിൽ ഗോൾ കീപ്പർ PR ശ്രീജേഷും ബാഡ്മിന്റണിൽ HS പ്രണോയുമാണ് മറ്റ് മലയാളി സാന്നിധ്യങ്ങൾ. കൊല്ലം നിലമേൽ സ്വദേശിയായ അനസിന്റെ 3ാം ഒളിമ്പിക്സ് ആണിത്. 2016 റിയോ ഒളിമ്പിക്സിൽ 400 മീറ്റർ വ്യക്തിഗത ഇനത്തിലാണ് അനസ് മത്സരിച്ചിരുന്നത്. മിൽഖ സിംഗിനും KM ബിനുവിനും ശേഷം ഒളിമ്പിക്സിൽ 400 മീറ്ററിൽ മത്സരിക്കാൻ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അനസ്. റിയോയിൽ റിലേയിൽ മത്സരിച്ചെങ്കിലും ടീം ഫിനിഷ് ചെയ്തില്ല. ടോക്കിയോയിൽ 4x400 മീറ്റർ പുരുഷ റിലേയിലും 4x400 മീറ്റർ മിക്സഡ് റിലേയിലുമാണ് മത്സരിച്ചത്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ 4x400 മീറ്റർ റിലേയിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൽ അനസിനോടൊപ്പം ഉണ്ടായിരുന്നവരാണ് മുഹമ്മദ് അജ്മലും അമോജും. അമോജ് ടോക്കിയോ ഒളിമ്പിക്സിലും ടീമിലുണ്ടായിരുന്നു. അജ്മലിന് ഇത് ആദ്യ ഒളിമ്പിക്സ് ആണ്. തമിഴ്നാട്ടുകാരനായ രാജേഷ് രമേശാണ് റിലേ ടീമിലെ 4ാമൻ. കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഹീറ്റ്സിൽ ഏഷ്യൻ റെക്കോർഡ് കുറിച്ചവരാണ് ഈ 4 സംഘം. സൈനികനായ മിജോ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു. അബ്ദുള്ള അബൂബക്കർ 2022 കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാവാണ്. ടോക്കിയോയിലെ വെങ്കലം സ്വർണത്തിലേക്ക് ഉയർത്തുകയെന്ന വലിയ വെല്ലുവിളിയാണ് ശ്രീജേഷിനും സംഘത്തിനുമുള്ളത്. ഏഷ്യൻ ഗെയിംസിലെ സ്വർണത്തിളക്കം ടീമിന് ആത്മവിശ്വാസം പകരും. അടുത്ത കാലത്തായി ഫോമിലല്ലെങ്കിലും പരിക്കിൽ നിന്ന് മോചിതനായി HS പ്രണോയ് ബാഡ്മിന്റൺ കോർട്ടിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷയുണ്ട്. വലിയ താരങ്ങൾക്കെതിരെ അട്ടിമറി വിജയങ്ങൾ നേടാൻ പലപ്പോഴും പ്രണോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ലോക ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ഗെയിംസിലും വെങ്കലം നേടിയത് പ്രതീക്ഷകൾക്ക് തിളക്കമേറ്റുന്നു.